ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ വാട്സപ്പിൻ്റെ അകത്തുള്ള ചെറിയൊരു സെറ്റിങ്സ് നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു സെറ്റിങ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, അതായത് ഞാൻ എൻ്റെ ഈ ഒരു ഫോൺ ഇപ്പോൾ സ്ക്രീൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഒരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിട്ടുണ്ട്. മറ്റൊരു ഫോണിൻ്റെ അകത്ത് നിന്നും ആ ഒരു വാട്സപ്പിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാട്സപ്പിൻ്റെ അകത്തേക്ക് പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കാതെ തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ അകത്തേക്ക് പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് വന്നിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ താഴെയായിട്ട് നമുക്ക് ആ ഒരു വാട്സപ്പ് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ആ ഒരു സെറ്റിങ്സ് ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള ഈ ഒരു 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. താഴെയായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മെസ്സേജസ് എന്നുള്ള ഭാഗത്ത് താഴെയായിട്ട് ഇവിടെ കാണാൻ സാധിക്കും പോപ്പ് നോട്ടിഫിക്കേഷൻ. അതുപോലെ താഴെയായിട്ട് നമുക്ക് ഗ്രൂപ്പ് എന്നുള്ള ഭാഗത്തും ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് കാണാം പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ. അപ്പം അതായത് ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് കോൺടാക്റ്റിൽ നിന്നും മെസ്സേജുകൾ വരുന്ന സമയത്ത് പോപ്പപ്പ് മെസ്സേജുകൾ വരാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ അതായത് ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പോപ്പപ്പ് മെസ്സേജ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നമുക്ക് കോൺടാക്ട്സിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ മാത്രം നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടൊന്ന് പരീക്ഷിക്കാം. അതായത് താഴെയായിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 ഓപ്ഷനാണ് കാണിക്കുന്നത്. നോ പോപ്പപ്പ്, അതായത് പോപ്പപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത് നമുക്ക് കാണാം ഓൺലി വെൻ സ്ക്രീൻ ഓൺ, അതായത് നമ്മൾ സ്ക്രീൻ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു മെസ്സേജ് വരത്തുള്ളൂ. രണ്ടാമത്തത് അതുപോലെ തന്നെ ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് വരത്തുള്ളൂ. ഏറ്റവും അവസാനമായിട്ടുള്ള ഓൾവേസ് ഷോ പോപ്പപ്പ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പോപ്പപ്പ് മെസ്സേജുകൾ വരുന്നതാണ്. ഞാനിവിടെ താഴത്തെ ഓപ്ഷനായിട്ടുള്ള ഓൾവേസ് ഷോ പോപ്പപ്പ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ശേഷം നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫോൺ ലോക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ മറ്റൊരു ഫോണിൻ്റെ അകത്തേക്ക് ഈ ഒരു വാട്സപ്പിലേക്ക് ഞാനിപ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്യാണ്. അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ മെസ്സേജ് കണ്ടതായിട്ട് ബ്ലൂ ടിക്ക് ഇവിടെ വന്നിട്ടില്ല. ഞാൻ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ആ ഒരു ബ്ലൂ ടിക്ക് ഇവിടെ നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. ഒന്നുകൂടി നമുക്ക് ആ ഒരു ഫോണിൻ്റെ അകത്തേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ വോയിസ് ഒക്കെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ താഴെയായിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഏറ്റവും വലതുവശത്തായിട്ട് താഴെയായിട്ട് നമുക്ക് വ്യൂ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെയും റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു സെറ്റിങ്സ് ആണ്, കൂടുതൽ ആളുകൾക്കും പോയിട്ടുള്ള ഒരു സെറ്റിങ്സ് തന്നെ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക്